എന്താ പറ്റിയത് യൂട്യൂബൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടുള്ള റീസൺ എന്താ? അല്ല ഒന്നുമല്ല, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നില്ല, അപ്പോൾ അവരെല്ലാവരും നാട്ടെ വിചാരിച്ചു. പിന്നെ ആ ഒരു സമയത്ത് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഡെയിലി വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ യൂട്യൂബ് വഴിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഹാപ്പി ആയി, കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആദ്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ടാർഗറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, മാസം എത്ര റുപ്യ കിട്ടണം എന്നൊക്കെ യൂട്യൂബിൽ നിന്ന്. ഇപ്പോൾ കുഴപ്പമില്ലാതെ നമുക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമും പിന്നെ പോലെ ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്ക് വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടണ മതി. പിന്നെ വേറെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് മുന്നിലേക്ക് നല്ല രീതിക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ നിർത്തിയെന്ന് മാത്രം. എന്താ റവന്യൂ, യൂട്യൂബ് റവന്യൂവിന്റെ ഒരു രീതിയൊക്കെ കുറഞ്ഞു നിങ്ങളുടെ ആ തുടക്ക സമയം വെച്ച് നോക്കുകയാണെങ്കിൽ? പിന്നെ ആ സമയത്തൊക്കെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 12 ലക്ഷം വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മാസം. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സമയത്ത്, ബൈക്കിന്റെ ഒരു പ്രശ്നം. അപ്പൊ ആ മാസം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും 1 മില്യൺ വ്യൂസ് ആയിരുന്നു. അപ്പൊ അന്നൊക്കെ എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ വേണ്ടിണ്ടായിരുന്നു, അങ്ങനെ പ്രശ്നം വന്നപ്പോ വീഡിയോസ് ഇടണ്ട, അതായത് പ്രശ്നങ്ങളല്ലേ നിർത്തി വെക്കാനൊക്കെ. പക്ഷെ ഞാൻ ആ സമയത്ത് എന്താ ഡെയിലി വീഡിയോസ് ഇട്ട് പക്ഷെ അന്നൊന്നും പറഞ്ഞാൽ ആരും ഇല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ഉണ്ടല്ലോ. അപ്പൊ അന്നൊക്കെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാന്. പിന്നെ നിർത്തി. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പറയാം, എനിക്കിപ്പോ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും 2-3 വീഡിയോ നമ്മൾ പ്രൊമോഷൻ ചെയ്താൽ തന്നെ ഒരു പേയ്മെന്റ് എടുക്കും. പിന്നെ വേറെ ചെറിയ ചെറിയ ബിസിനസ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നല്ല രീതിക്ക് മുന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ നിന്ന് കുറച്ചൊന്നും വിട്ടുന്നത് മാത്രം. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫസ്റ്റ് ഫാമിലി വ്ളോഗർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തോന്നുന്നു, എനിക്കറിയില്ല. ഞാന് തുടങ്ങുന്ന സമയത്ത് ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ സുജിത് ഭക്തൻ, എംഫോടെക്, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വേറെ ആരും അങ്ങനെ മറ്റേ വ്ളോഗിന്റെ പരിപാടി ഉണ്ടാകുന്നില്ല. ഞാൻ തോന്നുന്നു ഞാൻ തന്നെയാണ് തോന്നുന്നു, എനിക്കറിയില്ല. ടിക്ടോക്ക് ഞങ്ങളാണ് ആദ്യം വന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. ടിക്ടോക്ക് തുടങ്ങണതിന്റെ ഒരു 2 മാസം മുന്നെയാണ് ഞാൻ യൂട്യൂബിലേക്ക് തുടങ്ങണത്. യൂട്യൂബ് തുടങ്ങി പിന്നെ എന്തോ ദൈവാനുഗ്രഹം ആയിരിക്കാം, ഡെയിലി നമുക്കൊരു 5000-10000 വെച്ചിട്ട് ഫോളോവേഴ്സ് കയറിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. ഒരു ഏകദേശം ഒരു 36 ദിവസം കൊണ്ട് തന്നെ നമുക്ക് 1 ലക്ഷം ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അന്ന്. കാരണം അന്ന് മറ്റേ ഈ ഷോർട്സ് സംഗതികളൊന്നും ഇല്ല, വ്ളോഗ് മാത്രം ഇട്ടിട്ട്. പിന്നെ ഇതുപോലെ ഡെയിലി 20,000-25,000 സബ് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഡെയിലി കയറുണ്ടായിരുന്നു. അതൊരു 8,67,000 എത്തിയപ്പോഴാണ് ഞാനൊരു ബൈക്ക് എടുത്തു. ആ സമയത്ത് അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. അന്ന് ആ ഒരു 67,000 ആൾക്കാരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി. 16K 20K ഒക്കെ നെഗറ്റീവ് കമന്റ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ 12 ലക്ഷം മാസമാണ് എനിക്ക് യൂട്യൂബ് ജീവിതത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വലിയൊരു എമൗണ്ട് കിട്ടുന്നത്. അതിന് മുമ്പ് വരെ എത്രയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്? അപ്പൊ കിട്ടുന്നതാണ് പറയാ. മറ്റേ ആ സമയത്തൊക്കെ എനിക്ക് കുഴപ്പമില്ലാതെ 5, 6, 4 അങ്ങനെ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ. പിന്നെ ഈ വരില്ല, പിന്നെ ഈ ഒരു പിന്നെ നെഗറ്റീവ് കമന്റ് ആദ്യം വന്നപ്പോൾ ഞാൻ കുറച്ച് തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ല ഇത്രയും ആൾക്കാർ നമ്മളതിനെ കുറ്റം പറയാ, തെറി പറയാ, അയ്യോ ഭയങ്കര തരായിരുന്നു. പിന്നെ അത്രയും സ്നേഹത്തോടെ കമന്റ് ഇട്ട ആളുകൾ. അതെ, പെട്ടെന്ന് ഞാൻ ആ വീഡിയോയില് പറയുന്നുണ്ട്, അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ക്യാപ്ഷൻ മാത്രം അങ്ങനെ കൊടുത്താന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ അന്തകാലം. പക്ഷെ അത് എന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ അമ്മയും പെങ്ങളും എല്ലാവരും ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു അത്രയും നെഗറ്റീവ് കമന്റ് വന്നപ്പോ. പക്ഷെ ഞാൻ എന്താ അതോട് കൂടിയാണ് ശരിയായി. ഈ നെഗറ്റീവ് കമന്റ് ഉള്ള ഒരു സംഗതി പിന്നെ എനിക്കാണ് ഇതായി. എത്ര നെഗറ്റീവ് വന്നാലും ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു രീതിയായി. പോട്ടെ, നമ്മളിപ്പോ ആരെയും പോയിട്ട് ഞാൻ വേറെ ആളെയും കുറ്റം പറയാറൊന്നുമില്ല. ഞാൻ ഇന്റേതായിട്ട് വീട്ടിലുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് മുന്നിലേക്ക് പോവാന്നുള്ള രീതി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഞാൻ പറയില്ല, ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോ പിന്നെ ആ ഒരു സംഗതി ഇങ്ങനെ ഷോർട്സ് വന്നപ്പോ പിന്നെ ഞാനായിട്ട് തന്നെ മറ്റേ പറയാം, നമുക്കൊരു മുന്നിലൊരു സംഗതി ഉള്ളപ്പോഴായിരുന്നു ഞാൻ എത്ര റുപ്യ കിട്ടണം, അതിന്റെ കടങ്ങൾ വീട്ടണം എന്നുള്ള രീതിയിൽ മുന്നിലേക്ക് പോയായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു സംഗതിക്ക് തീർന്നപ്പോ മറ്റേ യൂട്യൂബിൽ പതുക്കെ വീഡിയോസ് ഉള്ള കുറച്ച് ഇങ്ങനെ കമ്മിയായി വന്നു. പിന്നെ വേറെ ചില അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ചെയ്തപ്പോ പിന്നെ നമുക്ക് ആദ്യത്തെ പോലത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇപ്പൊ ഹാപ്പിയാണ്. വണ്ടിയാണെങ്കിലും വീടാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അപ്പൊ പിന്നെ നല്ല രീതിക്ക് തന്നെ മുന്നിക്ക് ഇപ്പൊ പോകുന്നുണ്ട്. പിന്നെ ആദ്യത്തെ പോലെ ആൾക്കാർ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കമന്റ് ആയിരുന്നു, നമ്മള് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വ്ളോഗ് പറയാ, അതാണ് വീട്ടിലെ വിശേഷങ്ങൾ എല്ലാം പറയാന്നുള്ളത് ഭയങ്കര. ഞാൻ പിന്നെ അത് നിർത്തി, കുറച്ചു നിർത്തി. ഞാൻ പിന്നെ ആദ്യം ഞങ്ങൾ പറഞ്ഞാല് എന്റെ കൈ എപ്പോഴും ഇങ്ങനെ ആയിരുന്നു, ഫോൺ എപ്പോഴും ഞങ്ങൾ എല്ലാ വിശേഷങ്ങള് പ്രാങ്കുകള് എപ്പോഴും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കണ്ടെന്നുള്ളൂ. പിന്നെ ഞാനത് നിർത്തി. പിന്നെ ഞാൻ ഞങ്ങളുടേതായ രീതി കൂടെ തന്നെ നടക്കാൻ തുടങ്ങി. ഈ വ്ളോഗ് എടുക്കല് പരിപാടികളൊക്കെ നിർത്തി. ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയും, ഇപ്പൊ എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജ് വരാറുണ്ട്, മറ്റേ ഇങ്ങനെ ആദ്യത്തെ പോലെ വീഡിയോ ഇടുക എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഇപ്പത്തെ ഓരോ തിരക്കും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകണു.
അവിടെ ഞാൻ നിർത്തി. ശരിക്കും പണ്ടത്തെ ആ ഒരു യൂട്യൂബ് ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ലൈഫ്, അത് എപ്പോഴെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? അതായത് നിങ്ങളുടെ ആ ഒരു മറ്റേ ഓളം ക്രിയേറ്റ് ചെയ്ത ഒരു സമയം ആദ്യം പറഞ്ഞാൽ അറിയാം, അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കൊറോണ ടൈം എന്തൊക്കെ പഠനമായതുകൊണ്ടേ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല, വീഡിയോ എടുക്കാന്നുള്ളത്. വീഡിയോ എടുക്കാന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. രാവിലെ എണീറ്റ കറക്റ്റ് വീഡിയോ എടുക്കുക. അപ്പൊ ഞാനും വൈഫും പെങ്ങളും ഉണ്ടാവും വീട്ടില്. അപ്പൊ ഞങ്ങൾ മൂന്നാളും പാടെ എണീക്കുക, വീഡിയോ എടുക്കുക. അതപ്പോ ആ ഒരു പണി മാത്രമേ ഉള്ളൂ. ഇപ്പോന്ന് പറഞ്ഞാൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടും. ശരിക്കും പറഞ്ഞാല് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒറ്റയ്ക്കുള്ള വീഡിയോസ് ആണ് 2-3 മാസമായിട്ട് ഇടുന്നത്. ഇപ്പൊ ഞാൻ കുറെ ഗീവ് അവേകളും അങ്ങനത്തെ പിന്നെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളും. അപ്പൊ അതിലൊന്നും ഫാമിലിയുടെ ആവശ്യങ്ങളില്ല. ഞാൻ ഒറ്റക്കായിട്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ മല്ലു ഫാമിലിയെ ഇഷ്ടമുള്ളവരുടെ കമന്റ്സ് മൊത്തവും എവിടെ അമ്മ എവിടെ വൈഫ് എവിടെ ഇങ്ങനത്തെ കമന്റ്സ് ആൾക്കാർക്ക് ഒന്ന് കാണാതെ ആയി കഴിഞ്ഞ. ഇപ്പൊ ഇതിന് മുന്നേ വൈഫിന്റെ ഒരു പ്രശ്നം, ഞാനും അവളും ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ ആൾക്കാരൊപ്പേക്കും ഞാൻ ഡ്രാമ കളിച്ചാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാന്ന് പറഞ്ഞത്. ഇപ്പോഴും മറ്റേ വൈഫ് കുട്ടികളുടെ സ്കൂളിലേക്ക് പോയിനാണ്. ഇപ്പോഴും ആൾക്കാര് വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യാനാണ് ഇവര് പ്രശ്നമായി, അതായി ഇതായി അങ്ങനെ ഇങ്ങനെ. പക്ഷെ ആൾക്കാർക്ക് ഇങ്ങനെ അറിയാനുള്ളൊരു തൊരയിരിക്കാം. ഞങ്ങൾ പിന്നെ അതിനെ പറ്റി ഒന്നും മൈൻഡ് എടുക്കാറില്ല. നിങ്ങള് എനിക്ക് തോന്നുന്നു ഒരു 5 വീഡിയോ അടുപ്പിച്ചിട്ടിട്ട് പിന്നെ ഒരു 2 വീഡിയോ വന്നില്ലെങ്കിൽ കമന്റ് വരുന്നത് പൊന്നൂസും സുജിനും പിരിഞ്ഞോ എന്നുള്ള രീതിയില്ല. അങ്ങനെയൊക്കെയാണ്. ഞാൻ പിന്നെ ഇതുപോലെ നമ്മൾ മൈൻഡ് കാണിക്കാറില്ല. ആദ്യമായിരുന്നു ഒരു നെഗറ്റീവ് ഒരൊറ്റ കമന്റ് വന്നാൽ മതി, ആ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ ഇതെന്താണ് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇപ്പോന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഒന്നും എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. അവന്റെ ഫേസ്ബുക്ക് കമന്റ് ഒക്കെ എടുത്താൽ നോക്കിയാണല്ലോ. അല്ല, ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ കമന്റ്സ് വരുന്ന കൂട്ടത്തില് ന്യൂസുമായിട്ടൊരു വഴക്കുണ്ടായിരുന്ന സമയം ഉണ്ടല്ലോ. ആ സമയത്ത് എല്ലാരും പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഒക്കെ വരുന്നത്. അല്ല, ആൾക്കാർക്ക് അതില് എന്റെ കൂടെ ഓട്ടോ സ്റ്റാൻഡിലുള്ള മറ്റൊരാളുണ്ട്. അയാളാണ് മറ്റേ അവള് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ ട്രോളിന് ഒരാൾക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അയാള് പിന്നെ ഞാൻ ചോദിച്ചു, ഈ വോയിസ് ഞാൻ ആ ട്രോൾ വീഡിയോയിൽ കണ്ടപ്പോ എന്റെ സ്റ്റാൻഡിൽ മറ്റാളാണ്. അപ്പൊ ഞാൻ ആളെടുത്ത് ചോദിച്ചു, ഞാൻ ഇത് നിങ്ങളെ വോയിസ് അല്ലേന്ന്. അപ്പൊ ആള് പറഞ്ഞു ആളല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് വോയിസ് മാത്രം തെളിവുണ്ടാകുന്നില്ല. പിന്നെ ആ വീഡിയോ ഇട്ട ആളെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ഇത് ആരാ അയച്ചു കൊടുത്തു എന്നുള്ളതിന്റെ ആ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടി. അതായത് സ്ക്രീൻ റെക്കോർഡ് വീഡിയോ, ആ വീഡിയോ ഇപ്പോഴും കയ്യിലുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ പോയി ചോദിക്കാവുന്നതാണ്. പക്ഷെ പിന്നെ അത് എന്റെ സ്റ്റാൻഡിലുള്ള ഏട്ടന്മാർക്ക് ഞാനത് അയച്ചു കൊടുത്തു. ഓനാണ് അത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. ആളെന്തിനാ പറഞ്ഞു വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആളെ പേര് പറയട്ടെ, രാജു എന്നാണ് പേര്. ഒരു കുഴപ്പമില്ല. കാരണം എന്താ പറയുക, ഇതിന് മുന്നേ ഞാൻ സ്റ്റാൻഡിൽ അതിനെ പറ്റി വർത്താണ്ടാക്കാൻ വേണ്ടി നിന്നാണ്. അപ്പൊ പിന്നെ ആള് ഇന്ന് സ്റ്റാൻഡിലേക്ക് വന്നില്ല. ഞാൻ കുറെ വട്ടം ആൾക്ക് വിളിച്ചു എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആളന്ന് വീട്ടിലേക്ക് സ്റ്റാൻഡിലേക്ക് വരികയോ അങ്ങനത്തെ ഒന്നും ചെയ്തില്ല. ആളിപ്പോഴത് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അത് ആളാണ് അയച്ചു കൊടുത്തതെന്നുള്ളതിന് ആളുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ നിന്ന് അയച്ചതിന്റെ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങൾ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്, നാട്ടിട്ടുണ്ട്. അല്ല, അന്ന് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഞാൻ അൻഷാദ് ഷാക്കിർ ഞങ്ങളെല്ലാവരും പാടെയാണ് എന്റെ അവിടുത്തെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവൊക്കെ ചെയ്തത്. പക്ഷെ അയാള് പറഞ്ഞത് അയാളുടെ കമ്പനിക്കാര് അയാള് വീട്ടിലേക്ക് വന്ന് ചെയ്തു എന്നൊക്കെയാണ് അന്ന് അയാള് പറഞ്ഞത്. ഇവരൊക്കെ നിങ്ങളായിട്ട് അത്യാവശ്യം നല്ല കൂട്ടായിട്ടിരുന്ന ആ ഏട്ടനും ഞാനും അത്രയും കമ്പനി ആയിരുന്നു. ആൾ എന്തിനാ അങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല. ആളെ പേര് രാജു എന്നാണ്, ആളെ ഓട്ടോന്റെ പേര് ശ്രീനന്ദൻ എന്നാണ്. ഒക്കെ ഞാൻ പറയുമ്പോ തന്നെ അല്ല, ആൾ ഒരിക്കലും ഇത് ചോദിച്ചു വരില്ല. കാരണം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് തെളിവിന്റെ കയ്യിലുണ്ട്. അയാള് ആ ഒരു ട്രോൾ ചെയ്യുന്ന ആൾക്ക് കൂളായിട്ട് പറഞ്ഞു. കാരണം അതിന്റെ മുന്നടക്കം അയാൾ ഞാനും പാടെ ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പിന്നെ ഞാനത് കണ്ടീഷൻ അർച്ചീവ് ചെയ്തു. കാരണം ആള് ഞാൻ അത്രയും കമ്പനി സ്റ്റാൻഡില്. പിന്നെ അയാൾ അത് വിളിച്ചു പറഞ്ഞു, അതായത് വോയിസ് അയച്ചു, അവൻ കള്ളത്തരം കാണിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ. അതൊന്നും ആളങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും എനിക്ക് അറിയണമെന്നില്ല. ഞാൻ ചോദിക്കുമ്പോൾ ആൾക്ക് കുറെ വട്ടം വിളിച്ചു, ആള് ഫോൺ എടുത്തില്ല. സ്റ്റാൻഡിലെ ഏട്ടന്മാരോട് ഞാൻ വിളിപ്പിച്ചു, ഫോൺ എടുത്തില്ല. പിന്നെ വീട്ടിലേക്ക് പോയി ചോദിക്കുന്നത് മോശമല്ലേ, ഫാമിലിയൊക്കെ ഉള്ളതല്ല. അപ്പം പിന്നെ അത് വേറെ പ്രശ്നം വെച്ചിട്ട് പിന്നെ ചോദിക്കാൻ പോയില്ല. പിന്നെ ഇതുവരെയ്ക്കും ആളിന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല, ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അല്ല, ഞാൻ പറയാ അങ്ങനെ കൂടെ വെക്കണവർ തന്നെയാണ് നമ്മളതിനെങ്ങനെ ഒരുപാട് പേര് ചതിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അതിന്റെ പേരിൽ തന്നെ കുറെ നെഗറ്റീവ് കമന്റുകളും കുറെ പ്രശ്നങ്ങളും യൂട്യൂബിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ലേ, കുറെ ആൾക്കാർ ഇങ്ങനെ ചവിട്ടിത്താത്ത നോക്കുമ്പോഴും. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഈ വീഡിയോസിലുള്ള കുറച്ച് കമ്മിയായപ്പോൾ ഞാനൊന്ന് കുറച്ച് കുണ്ടായിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് ലോക്കായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ആരൊക്കെ കൂടെ ഉണ്ട് കൂടെ ഇല്ല അതൊക്കെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു.